നമസ്കാരം. അപ്പോൾ വീണ്ടും കുറച്ച് ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. ഇന്നൊരു മോർണിംഗ് റൊട്ടീൻ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് നേരെ അടുക്കളയിൽ വന്ന് ജനലൊക്കെ ഒന്ന് തുറന്നിട്ടതിന് ശേഷം കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഞാൻ മുന്നേ നമ്മുടെ ഡിഷ് ട്രെയിനർ റാക്കിനകത്താണെന്നു പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിരുന്നത്. അപ്പോൾ എനിക്കിവിടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ അടുക്കളയിൽ. അപ്പം ആ ഒരു റാക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അരിയാനും ചപ്പാത്തി പരത്താനും അങ്ങനെയൊന്നും എനിക്ക് സ്ഥലം കിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ പതുക്കെ അത് പെട്ടിപ്പുറത്ത് മാറ്റി വെച്ചിട്ട് ഇപ്പം ചെറിയൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് പാത്രങ്ങൾ ഉണക്കാനായിട്ട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് പിന്നെ എടുത്തിടും. പൂച്ചകളെ തുറന്നിട്ട് അവർക്ക് ഗ്രേവി ഫുഡ് കൊടുത്തു. അവർക്ക് ഈ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പാക്കറ്റ് ഫുഡാണ്. ഞാനിവിടെ ചിക്കൻ വാങ്ങിയിട്ട് വേവിച്ച് കൊടുക്കുമ്പം ഇത്ര ഇഷ്ടത്തോടു കൂടി കഴിക്കാറില്ല. പക്ഷേ പാക്കറ്റ് ഫുഡാണ് വെച്ചാൽ അവർ കഴിക്കും കേട്ടോ. മാറി മാറിയിട്ട് ഞാനിങ്ങനെ ഓരോ യൂട്യൂബിലും അതേപോലെയൊക്കെ നോക്കിയിട്ട് നല്ല ഫുഡ് ഏതാണെന്ന് നോക്കിയിട്ട് വാങ്ങിക്കാറുണ്ട്. പിന്നെ ഇതാ ഞാൻ രാവിലെ വെറും വയറ്റിൽ കുറച്ച് ജീരക വെള്ളം കുടിക്കും കേട്ടോ. അപ്പോൾ ഇത് കുറേ കാലമായിട്ടുള്ള ഒരു ശീലമാണ്. അപ്പം അസിഡിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ചെറുനാരങ്ങയും അങ്ങനത്തെ വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അത് കുടിക്കണേക്കാൾ കുറച്ചുകൂടെ നല്ലത് ജീരക വെള്ളം കുടിക്കാൻ കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് ചെറു ചൂടോടുകൂടി കുടിച്ചതിന് ശേഷം പിന്നെ അന്നത്തെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഈ ജീരക വെള്ളം കുടിച്ചിട്ട് ഞാൻ എൻ്റെ പ്ലാനറൊക്കെ എഴുതി ആണ് ഒരു ദിവസം അങ്ങോട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എനിക്ക് മറന്നു പോകുന്ന സ്വഭാവം ഭയങ്കരമായിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാലും വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ കുറേയൊക്കെ വിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ ഒക്കെ ഇങ്ങനെ പ്ലാനറിൽ എഴുതും. അപ്പോൾ അതാ ഇന്ന് കുട്ടികൾക്ക് സ്കൂളില്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്തതാണ്. അപ്പോൾ അവരൊന്നും എഴുന്നേറ്റുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ ഞാൻ പ്ലാനർ എഴുതാനായിട്ട് ഇരുന്നു. ഈ പ്ലാനർ ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് ഒരിപ്പം ഏകദേശം ഒരു 7-8 മാസമായിട്ട് ഇതുപോലത്തെ ഈ ഒരു ബ്രാൻഡിൻ്റെ പ്ലാനർ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ പ്ലാനേഴ്സ് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടെങ്കിലും ഇത് വാങ്ങി തുടങ്ങിയതിന് ശേഷം പിന്നെ ഞാൻ ഇത് തന്നെയാണ് ഉപയോഗിക്കാറ് കേട്ടോ. അപ്പം അന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ളതൊക്കെ എഴുതി വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ ജീരക വെള്ളമൊക്കെ സമാധാനത്തിൽ കുടിച്ചതിന് ശേഷം അടുക്കളയിൽ വന്ന് പാത്രം കഴുകിയൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു സോസ് പാനിലാണ് ജീരക വെള്ളം ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് സ്റ്റൗവിനെ പറ്റിയിട്ട് എനിക്ക് ഷോർട്ട് വീഡിയോയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്റ്റൗവ് ഏതാണെന്ന് ചോദിച്ചിട്ട്. ഞാൻ അധികം ആയിട്ടില്ല അത് വാങ്ങിയിട്ട്. ഏകദേശം ഒരു 2 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഒരു സൈഡിൽ ഇപ്പം ചെറുതായിട്ട് കത്തുന്നില്ല കേട്ടോ. അതായത് നല്ലോണം ഫ്ലെയിമിൽ തീ വരണില്ല, നല്ലോണം കുറവായിട്ടാണ് വരുന്നത്. അപ്പോൾ എന്താണെന്നറിയില്ല. ലൈഫ് ലോങ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ സ്റ്റൗ ആട്ടോ. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെയാണ് കത്തുന്നത്. ആ ഒരു സൈഡാണ് ഏറ്റവും നന്നായി കത്തിയിരുന്നത് കേട്ടോ. അപ്പോൾ എന്താണെന്നറിയില്ല. എനിക്ക് തോന്നണേ ഞാൻ അധികം ഉപയോഗിക്കാതെ വെക്കുമ്പോഴാണ് ഇങ്ങനെ ആവുന്നതെന്ന്. അപ്പോൾ ഞാൻ ഇന്ന് കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും അതുപോലെ മുട്ടക്കറിയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കോഴിമുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിരിക്കുകയാണ്. പുട്ടിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് ചിരകിയെടുക്കുകയാണ്. ഇപ്പോൾ മുട്ടക്കറിക്കും വേണം തേങ്ങ. ഉണ്ണീനെ അച്ചുവിനൊക്കെയാണ് തേങ്ങ ചിരകാനായിട്ട് ഞാൻ സാധാരണ വിളിക്കാറില്ല കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ആ തേങ്ങ ഫുള്ള് ചിരകി വെക്കില്ല, കുറച്ച് ചിരകിയിട്ട് അവരത് വെക്കും. പിന്നെ അവർക്ക് പുതിയൊരു തേങ്ങ വേണം. അതാണ് ഇങ്ങനെ ലാസ്റ്റ് ഒരു 3 എണ്ണം ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ എടുത്ത് ചിരകി ഞാൻ വെച്ചു. എന്നിട്ട് ഇതാ പുട്ടുപൊടി മിക്സ് ചെയ്യാണ്, എന്താ പറയുക, വെള്ളം നനയ്ക്കുകയാണ്. അജ്മിയുടെ പുട്ടുപൊടി കേട്ടോ. ഞാനിത് മാത്രമേ മേടിക്കാറുള്ളൂ. ഞാൻ വീട്ടിലൊന്നും പൊടിപ്പിച്ചിട്ടൊന്നും ഉപയോഗിക്കാറില്ല. എനിക്ക് പാക്കറ്റ് ഞാൻ ഇപ്പോൾ മുളക് പൊടി ആയാലും മല്ലിപ്പൊടി ആയാലും ഒക്കെ പാക്കറ്റാണ് ശീലം. ഒന്നും അങ്ങനെ പൊടിപ്പിച്ചിട്ട് ഉപയോഗിക്കാറില്ല കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് 2-3 പേരല്ലേ ഉള്ളൂ, ഒരുപാട് ഭക്ഷണം കഴിക്കാത്ത ആൾക്കാരുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് മതി എന്നുള്ള രീതിയിലാട്ടോ. അപ്പോൾ 1 കിലോൻ്റെ പുട്ടുപൊടിയൊക്കെ ഉണ്ട് വെച്ചാൽ നമുക്കത് മതി. ഇടയ്ക്കൊക്കെ അല്ലേ പുട്ടുണ്ടാക്കുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ തേങ്ങയ്ക്ക് കുറച്ച് പ്രശ്നം കേട്ടോ. അപ്പോൾ തേങ്ങ നമ്മൾ ഇപ്പോൾ മേടിക്കുകയാണ് ചെയ്യണേ. അത് കിട്ടും കേട്ടോ. ചെന്ന് ഞാൻ മേടിക്കാൻ പറ്റും. പക്ഷേ അച്ചുവിൻ്റെ കൈയും കാലൊക്കെ പിടിച്ചിട്ടാണ് തേങ്ങ മേടിപ്പിക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തേങ്ങ വളരെ കുറച്ച് മാത്രമേ എടുക്കുള്ളൂ കേട്ടോ.
ഇപ്പം ആ ചിരകി വെച്ചുകൊണ്ട് നമുക്ക് കൂട്ടാൻ വെക്കാനും വേണം, അതുപോലെ പിട്ടിൽക്കും വേണം. അപ്പോൾ ഇത്തിരി ഇത്തിരി ഇട്ടിട്ടാണ് തേങ്ങ എടുക്കണേ. മുട്ട പുഴുങ്ങിയത് വെള്ളം കളഞ്ഞ് തണുത്ത വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കറിക്ക് വേണ്ടിയിട്ടുള്ള സബോളയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ഇഞ്ചിയൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ കറി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. വേറൊന്നുമില്ല, കുറച്ച് മല്ലിയുടെ ഇല ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ അത് കേടാവണേറ്റ് മുന്നേ അതൊന്ന് എടുത്ത് തീർക്കണം. ഞാനിങ്ങനെ കറിവേപ്പിൻ്റെ ഇലയും മല്ലിയുടെ ഇലയൊക്കെ വാങ്ങി വെക്കുമ്പം ഇത്തിരി 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 എടുത്തിട്ട് അവസാനം അത് വാടി തളർന്നൊക്കെ കൂടി ഒരുമിച്ച് കൊണ്ടുപോയി കളയലാണ് പതിവ്. പക്ഷെ എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര മടിയാണ് ഇരിക്കുമ്പോൾ അതെടുത്ത് ഉപയോഗിച്ച് തീർക്കാനായിട്ട് കേട്ടോ. കറിവേപ്പിൻ്റെ ഇലയും മല്ലിയുടെ ഇലയും എപ്പോഴും ആ ഭംഗിയോടെ അത് അവിടെ ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് ഇത്തിരി ഇത്തിരി എടുക്കും. അവസാനം എല്ലാം കൂടെ ഒരുമിച്ച് കേടായി പോവുകയും ചെയ്യും. ഇപ്പോൾ സബോള ഞാൻ സാധാരണ കൂട്ടാൻ വയ്ക്കുമ്പോഴൊക്കെ നല്ല പൊടിയാക്കിയിട്ടാണ് അരിയാറുള്ളത്. ഇന്നിപ്പോൾ നമ്മൾ എന്തായാലും ഇതെടുത്ത് അരയ്ക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ചെറുപറ വെച്ചിട്ടാണ് അരിയണേ കേട്ടോ. പിന്നെ ഇതാ ആ മൂക്കുണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ അരിയണ നേരത്ത് കളയാൻ മറന്നു. അപ്പോൾ അരിഞ്ഞതിന് ശേഷം ഞാൻ അത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോഴിമുട്ട തണുത്ത വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തോല് പൊളിച്ചെടുക്കുകയാണ്. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ എന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഞാൻ ഷോർട്സ് വീഡിയോ ഇടാനായിട്ട് ഒരു 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞാൻ ഇതുപോലെ ഷോർട്ട് വ്ളോഗുകളും ഇടാം കേട്ടോ, പറ്റുന്ന പോലെ ഇടാം. ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ? എൻ്റെ അഭിപ്രായം ഒക്കെ പറയണേ. ജീരകവെള്ളം ഉണ്ടാക്കിയ സോസ് പാൻ്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ നമ്മളത് ഒരു സെറ്റായിട്ടുള്ള കുക്ക് വെയർ ആണ് കേട്ടോ. അപ്പം ഇതിനകത്ത് നമ്മുടെ ആ ഒരു സോസ് പാൻ ഉണ്ട്, ഒരു ഫ്രൈങ് പാൻ ഉണ്ട്, അതുപോലെ ഒരു കടായി ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ലിഡും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോഴും കൂടുതലായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ കുക്ക് വെയറൊക്കെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മളതൊക്കെ മാറ്റാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ നോൺ സ്റ്റിക്കിൻ്റെ കുക്ക് വെയറിൽ ഹാംഫുള്ളായിട്ടുള്ള കെമിക്കൽസൊക്കെ ഉണ്ടാവും. അപ്പം നമ്മുടെ ഫുഡ് ശരിക്കും നമ്മളതിങ്ങനെ ഉപയോഗിക്കുമ്പോൾ സ്ക്രാച്ച് ആവുകയൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഭക്ഷണത്തിലേക്ക് അത് കലർന്ന് നമുക്ക് ഒത്തിരി അസുഖങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള, പ്രത്യേകിച്ചും ക്യാൻസർ, അതുപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസ്, തൈറോയിഡിൻ്റെ ഇഷ്യൂസ്, അങ്ങനെ പല അസുഖങ്ങളും ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും കുക്ക് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് വെച്ചെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് കുക്ക് വെയർ ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് നമ്മളൊന്ന് മാറ്റി പിടിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് ഒമി ഷെഫ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്. അതിൻ്റെ ട്രൈപ്ലൈ പ്രീമിയം കുക്ക് വെയർ കോംബോ സെറ്റാണ് ഇത് കേട്ടോ. ഈ ഒരു 3 സെറ്റും കൂടി ഒരുമിച്ചിട്ടാണ് വരുന്നത്. ഇത് 100% പ്യുവറാണ്. അതുപോലെ ഫുഡ് ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ട്രൈപ്ലൈ കൺസ്ട്രക്ഷൻ ആണ്. പിന്നെ അലുമിനിയം കോറുണ്ട്, അത് നമുക്ക് ഫാസ്റ്റായിട്ട് ഹീറ്റ് ആവുകയും ചെയ്യും. കെമിക്കൽ കോട്ടിംഗ് ഒന്നുമില്ല, ടോക്സിൻ ഒന്നുമില്ല, അതുപോലെ ഈ റസ്റ്റ് ആവുകയില്ല കേട്ടോ. ഇതിനകത്ത് ISI സർട്ടിഫൈഡ് ആണ്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല സേഫ്റ്റിയാണ്. ഗ്യാസിനകത്തും ഇൻഡക്ഷനകത്തും സെറാമിക്കിൻ്റെയും അതേപോലെ ഹാലോജൻ കുക്ക് ടോപ്പിൻ്റെയും മുകളിലൊക്കെ ഇത് വർക്ക് ചെയ്യും കേട്ടോ. ഇപ്പം ഇത് ഡിഷ് വാഷറിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യുകയും ചെയ്യാം. ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡിൽസ് ആണ് ഇതിന് വരുന്നത്. അപ്പോൾ നമുക്ക് സേഫായിട്ടും എഫേർട്ട്ലെസ് ആയിട്ടും കുക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒമി ഷെഫിൻ്റെ ഈ ഒരു കുക്ക് വെയർ കോംബോ മേടിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്കൊരു 10% ഡിസ്കൗണ്ടും കൂടെ കിട്ടണമെന്ന് വെച്ചാൽ ഹിമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഡ് ഉണ്ട്. അപ്പം അതും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഈ ഓർഡിനറി കുക്ക് വെയർ ഒക്കെ വാങ്ങിയിട്ട് വെറുതെ നമ്മൾ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ സേഫായിട്ടും അതുപോലെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള കുക്കിങ്ങിനും വേണ്ടിയിട്ടും ട്രൈപ്ലൈ പ്രീമിയം കുക്ക് വെയറിലേക്ക് മാറാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പുട്ടൊക്കെ ആക്കിയതിന് ശേഷം കറി വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കടായിനകത്താണ് വെക്കുന്നത്. അപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രങ്ങൾ കൂടുതൽ കാലം നമുക്ക് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ടിപ്പെന്ന് പറയുന്നത് നമ്മളെപ്പോഴും തീ കുറച്ച് വെച്ചിട്ട് ഉപയോഗിക്കുക. ഒത്തിരി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് യൂസ് ചെയ്യാനേ പാടില്ല കേട്ടോ. അപ്പം എനിക്കിപ്പം ഈ ഒരു ഭാഗത്ത് ഈ ഒരു സൈഡിൽ കുറച്ചല്ലേ കത്തുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഒരു ഹീറ്റ് പാകമാണ്. വെളിച്ചെണ്ണയിൽ കുറച്ച് ജീരകവും കറുവപ്പട്ടയും ഏലക്കായയും കുരുമുളകും ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സബോള ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്.
അപ്പോൾ അത് നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു സ്വാദാണല്ലോ വറുത്തരച്ച് വെച്ച കൂട്ടാൻ എന്നൊക്കെ പറയുമ്പോൾ. അപ്പം പ്രത്യേകിച്ചും മുട്ടക്കറി എന്ന് പറയുമ്പോൾ വറുത്തരച്ച് വെച്ചാൽ പ്രത്യേക സ്വാദാണ്. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ സ്ഥിരമായിട്ട് അമ്മ മുട്ടക്കറി, അത് കോഴിമുട്ട വെച്ചിട്ടുള്ള വിഭവങ്ങളൊക്കെയാണ് മിക്കവാറും സ്കൂളിൽ തരിക. അതിലെനിക്ക് അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു റെസിപ്പി എന്ന് പറയുന്നത് അമ്മ അമ്മിയിലൊക്കെ അരച്ചിട്ട് ഉണ്ടാക്കുന്നൊരു വറുത്തരച്ചിട്ടുള്ള മുട്ടക്കറി ഉണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു അതിന്. ഇപ്പം അമ്മിയിൽ അരച്ച കറികളൊന്നും ഇപ്പോൾ കിട്ടില്ല എവിടെയും. നമ്മളിങ്ങനെ വീട്ടിൽ അമ്മയുണ്ട്, പക്ഷെ ആർക്കും വയ്യല്ല അതൊന്നും ഉപയോഗിക്കാൻ. അപ്പോൾ അതാ ഞാനത് കുറച്ചധികം മല്ലിയുടെ ഇലയും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അരച്ചതെല്ലാം കൂടെ, അതിന് മുന്നേ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതെല്ലാം കൂടി ഒന്ന് വെളിച്ചെണ്ണയിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം അരപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടി നന്നായിട്ട് ഒഴിച്ച് തിളപ്പിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് മുട്ടയും കൂടി ഇടാം. ഇതാണ് ഇന്നത്തെ മുട്ടക്കറി കേട്ടോ. ഒരു ഗ്രീൻ കളർ ഉണ്ടാവും, അത്രയധികം മല്ലിയുടെ എല്ലാം നമ്മൾ ചേർത്ത കാരണം. പിന്നെ ഒരു മല്ലിയുടെ ഒരു രുചി ഉണ്ടായിരിക്കും മല്ലിയുടെ ഇലയുടെ. എനിക്കിഷ്ടം കേട്ടോ. പണ്ടൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു മല്ലിയുടെ ഇല. പക്ഷേ നമ്മൾ കുറേ കാലത്തിന് ശേഷം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ മണവും ഇഷ്ടമാണ്, രുചി ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പുട്ടും മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഞാൻ സ്ഥിരമായിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഒരു ഭക്ഷണമല്ല, എനിക്ക് ഡയറ്റുള്ള കാരണം കൊണ്ട് ഞാൻ ആ ഒരു രീതിയിലാണ് ഭക്ഷണം ഇപ്പം കഴിക്കാറുള്ളത്. അപ്പം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് വേറെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് അച്ചുവിന് പുട്ട് വലിയ താല്പര്യമില്ല, എന്നാലും ഇടയ്ക്കെങ്കിലും പുട്ടുണ്ടാക്കണ്ടേ. അച്ചുവിന് സ്കൂളിലുള്ള ദിവസമൊക്കെ ചപ്പാത്തിയാണ്, അവനത് മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ ഉണ്ണിയും ചപ്പാത്തി തന്നെ കഴിക്കാം കേട്ടോ. അല്ല വെച്ചാൽ രാവിലെ 3 തരം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നിൽക്കേണ്ടി വരും ഞാൻ. അപ്പോൾ ഇന്ന് സ്കൂളില്ലാത്തൊരു ദിവസമായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇങ്ങനെ പോയി. അച്ചു വീട്ടിലെ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ അച്ചു വീട്ടിലിരിക്കണേക്കാൾ കൂടുതൽ അവൻ്റെ കൂട്ടുകാരുടെ കൂടെയാണ് കേട്ടോ. എനിക്ക് തന്നെ അവനെ കാണാൻ കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കുമ്പോൾ മാത്രമാണ് അവൻ വീട്ടിൽ കയറുള്ളൂ. സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ പ്രത്യേകിച്ചും അച്ചുവിന് ഭയങ്കര കളി കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഉണ്ണിക്ക് ഭക്ഷണം എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവന് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടോ എന്ന് പേടി. എന്നെ തന്നെ ഞാനിപ്പം കാണിക്കുന്നില്ല വ്ളോഗിൽ. അതുകൊണ്ട് ധൈര്യമായിട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഭക്ഷണം എടുത്തിട്ട് അങ്ങനെ പോയി കേട്ടോ. ഇപ്പോൾ രാവിലെ ചായ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടില്ല. എന്നാൽ ഇടയ്ക്ക് ഇവർ എൻ്റെ അടുത്ത് ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറയും. പരമാവധി ഞാൻ അത് നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യാറ്. അത്രയും നിർബന്ധിച്ചാൽ മാത്രമാണ് ഞാൻ രാവിലെ അവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ എനിക്കറിയാമല്ലോ അതൊരു ദുശീലമാണെന്നുള്ളത്. നമ്മളതൊരു ശീലമാക്കി കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. അറിയാത്ത സമയത്ത് അവർക്ക് ചായ ഉണ്ടാക്കി കൊടുത്തിരുന്നു, പക്ഷെ എന്നാലും അവർ ചായ അഡിക്റ്റ് അല്ല കേട്ടോ. അപ്പം എനിക്ക് ഇന്ന് ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ എഗ് സ്റ്റിർ ഫ്രൈ ഇല്ലേ, അപ്പം അതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് എൻ്റെ കയ്യിലുള്ള എന്തൊക്കെ വെജിറ്റബിൾസ് ഉള്ളത് വെച്ചാൽ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് പൊടിയായിട്ട്, അത്ര പൊടിയല്ല, അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, പിന്നെ ഞാൻ കോളിഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കിന്നൊരു മൂഡില്ല കോളിഫ്ലവർ എടുക്കാൻ. അപ്പോൾ ഞാൻ പിന്നെ അതങ്ങനെ ഉച്ചയ്ക്ക് എടുക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫ്രൈ പാൻ അത് അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. എനിക്ക് വേറെ കുക്കിംഗ് ഓയിലൊന്നും പറ്റില്ല കേട്ടോ. എനിക്ക് വെളിച്ചെണ്ണയുടെ രുചി മാത്രമേ പറ്റുള്ളൂ. എന്ത് ഡയറ്റ് ആയാലും എന്തായാലും എൻ്റെ വായയുടെ രുചി മറന്നിട്ടുള്ളതൊന്നും ഞാൻ ചെയ്യില്ല കേട്ടോ. അപ്പോൾ ആ വെളിച്ചെണ്ണയിൽ നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. റോസ്റ്റ് വെച്ചാൽ വേവിച്ചെടുക്കുന്നുണ്ട്. ഒത്തിരി എണ്ണ ഞാൻ ഒഴിച്ചിട്ടില്ല കേട്ടോ, വളരെ കുറച്ച് നമ്മുടെ ആവശ്യത്തിനുള്ളത്. അപ്പം അതൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം സബോളയും കൂടി ചേർക്കുന്നുണ്ട്. സബോളയും ഇട്ടിട്ട് കുറച്ച് ഉപ്പും ചേർക്കുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇത്തിരി കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ. അപ്പം ഞാനിപ്പം ഒത്തിരി എനിക്ക് എരിവ് വേണ്ട വെച്ചിട്ട് ഞാൻ ഇപ്പം കുരുമുളക് പൊടി ചേർത്തിട്ടില്ല. അപ്പോൾ ഈ പച്ചക്കറിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം അതൊക്കെ ഒന്ന് സൈഡിലേക്ക് തട്ടി കൊടുത്തിട്ട് 2 കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കുകയാണ് ചെയ്യണേ.
അപ്പോൾ അതും കൂടെ നന്നായിട്ടൊന്ന് ചിക്കി പരത്തിയെടുത്തതിന് ശേഷം എല്ലാം കൂടെ മിക്സ് ചെയ്യുക. അപ്പം കോഴിമുട്ടയിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് നന്നായിട്ട് കുത്തി പൊരിച്ചെടുക്കുക. എല്ലാം കൂടെ നമ്മൾ മുട്ട കുത്തി പൊരിച്ചതെന്ന് പറയാം പച്ച മലയാളത്തിൽ. ഇതിനകത്ത് നമുക്ക് സീസണിങ്ങിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ സോയാ സോസൊക്കെ ചേർക്കാം. പക്ഷെ ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് അത്തരം സാധനങ്ങളൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് ഞാനിത് ഇങ്ങനെയാണ് കഴിക്കണേ കേട്ടോ. ഇപ്പോൾ ഉപ്പേരിനെക്കാട്ടിലും കുറച്ചുകൂടെ സ്വാദാണ്. പച്ച മലയാളത്തിലൊരു ഉപ്പേരി പോലെ തന്നെയാണ്. പക്ഷേ ഇത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഡയറ്റൊക്കെ ഒന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അനുവാദമില്ല പറയാനായിട്ട്. ഞാൻ ചോദിച്ചപ്പം അത് വീഡിയോ ഇടരുത് എന്ന് പറഞ്ഞു. പക്ഷേ ഇതും നമ്മൾ തന്നിട്ടുള്ള അതുതന്നെ അല്ലാണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ നാവിൻ്റെ രുചിക്ക് വേണ്ടി മാറി പരീക്ഷിക്കുന്നതിൽ ഒന്നാണ് ഇത് കേട്ടോ. അപ്പം ഇതും എനിക്ക് 365 ദിവസവും ഒരേ ഫുഡ് തന്നെ കഴിക്കാമെന്ന് പറയുന്നത് എന്നെ കൊല്ലണേന് സമമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ശരീരത്തിന് കേടില്ലാത്ത രീതിയിൽ എനിക്ക് പറ്റുന്ന രീതിയിൽ ഭക്ഷണം മാറി മാറി പരീക്ഷിച്ച് നോക്കും. അപ്പോൾ ഇതൊക്കെ ഒരു നല്ലതാണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിന്. ഇത് അടിപൊളിയാണ്. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക വീണ്ടും കാണാൻ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.